നാരായണ 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 നാരായണ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവ മഹേശ്വര. ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണീയം ദശകം 89. വൃകാസുരവധം. രമാ ജാനി ജാനി യദിഹ തവ ഭക്തേഷു വിഭവോ ന സദ്യ സമ്പദ്യസ്തതിഹ മദ കൃത്വാ ദശമിനാം പ്രശാന്തിം കൃത്വൈവ പ്രതിശസി തദകാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവദീയേച്യുതി കഥാ. സദ്യപ്രസാദരുഷിതാൻ വിധിശങ്കരാദീൻ കേചിദ്വിഭോ നിജഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടാ ഭവന്തി ബദ കഷ്ടമദീർഘദൃഷ്ട്യാ. സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ ശകുനിജസ്തു നാരദമേകദാ ത്വരിതദോഷമപൃച്ഛദധീശ്വരം. സ ച ദിദേശ ഗിരീശമുപാസിതും നതു ഭവന്തമബന്ധുമസാധുഷു. തപസ്ത്വക്ത്വാ ഘോരം സ ഖലു കപിതസപ്തമദിനെ ശിരഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരതാ. അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാദ്വവ്രേ ഭവതി വിമുഖാനാം ക്വ ശുഭധീ. മോക്താരാം ബന്ധമുക്തോ ഹരിണ പതിരിവ പ്രാദ്രവത്സോഥരുദ്രം ദൈത്യാദ്ഭീത്യാ സ്മദേവോ ദിശി ദിശി വലതേ പൃഷ്ടദോ ദത്തദൃഷ്ടി. തൂഷ്ണീകേ സർവലോകേ തവ പദമധിരോക്ഷ്യന്തമുദ്വീക്ഷ്യ ശർവം ദൂരാദേവാഗ്രതസ്ത്വം പടുവടുവപുഷാ തസ്തിഷേ ദാനവായാം. ഭദ്രം ദേശാഗുനേയ ഭ്രമസി കിമധുനാ ത്വം പിശാചസ്യ വാചാ സന്ദേഹശ്ചേന്മദുക്തൗ തവ കിമു നകരോ ശങ്കുലീമംഗമൗലൗ. ഇത്തം തദ്വാക്യമുഠ മൂഢശിരസി കൃതകരസ്യോപതച്ഛിന്നപാദം ഭ്രംശോ ഹ്യേവം പരോപാസിതുരപി ച ഗതി ശൂലിനോപി ത്വമേവാം. ഭൃഗം കില സരസ്വതീ നകടവാസിന സ്ഥാപസ സ്ത്രീമൂർത്തിഷു സമാദിശൻ നധിക സത്വതാം വേദിതും. അയം പുനരാദരാ ദുദിതരുദ്ധരോഷേ വിധോ ഹരേപി ച ജിഹിംസിഷൗ ഗിരിജയാധൃതേ ത്വാമകാൽ. സുപ്തം രമാകഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി പദേന മുദോദ്ധിതസ്ത്വം. സർവം ക്ഷമസ്വ മുനിവര്യ ഭവേൽ സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദി. നിശ്ചിത്യ തേജസുദൃഢം ത്വയി ബദ്ധഭാവ സാരസ്വതാ മുനിവരാ ദധിരേ വിമോക്ഷം. ത്വാമേവമച്യുത പുനശ്ചുതി ദോഷഹീനം സത്വോചൈകതനുമേവ വയം ഭജാമാം. ജഗത്സൃഷ്ട്യാദൗ ത്വാം നിഗമനി വഹൈർവന്ദിഭിരിവ സ്തുതം വിഷ്ണു സച്ചിത് പരമരസനീർ ദൈതാദ്വൈതവപുഷം. പരാത്മാനം ഭ്രമൻ പശുപവനിതാ ഭാഗ്യനിവഹം പരീതാപശ്രാന്തൈ പവനപുരവാസിൻ പരിഭജേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഗംഗണപതയേ നമഃ.
സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വതീ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം 89-ാം ദശകം പ്രഭാഷണത്തിലേക്ക് ഭാഗവതം ഗുരുകുലം ഗ്രൂപ്പിലെ എല്ലാ സജ്ജനങ്ങൾക്കും സാദരം നമസ്കാരം. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാര ലീലകൾ കഴിഞ്ഞ 88-ാമത്തെ ദശകത്തോടു കൂടെ ശ്രീമന്നാരായണീയത്തിലെ ഭഗവാന്റെ അവതാര ലീലകൾ കഴിഞ്ഞു. 89-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അവതാര മാഹാത്മ്യങ്ങൾ സൂചിപ്പിക്കുന്ന 2 കഥകളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് മൃഗാസുരൻ്റെ കഥയും ഒന്ന് ഭൃഗുമുനിയുടെ കഥയും. അങ്ങനെ 2 കഥകളാണ് ഈ ദശകത്തിൽ പ്രധാനമായിട്ടും വിവരിച്ചിട്ടുള്ളത്. 89-ാമത്തെ ദശകമാണ്. അത് ഭാഗവതം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 88-ാമത്തെ അധ്യായവും 89-ാം അധ്യായത്തിലെ ആദ്യത്തെ 20 ശ്ലോകവുമാണ് ഈ ദശകം രചിക്കുന്നതിന് അവലംബമാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. സാധാരണ ഓരോ ദശകങ്ങളും ഓരോ വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളതെങ്കിൽ ഈ 89-ാമത്തെ ദശകത്തിൽ 10 ശ്ലോകങ്ങളാണുള്ളത്. ആ 10 ശ്ലോകങ്ങൾ 6 വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. ശിഖരണി വൃത്തത്തിൽ 1-ാമത്തെ ശ്ലോകം അതൊരു ശ്ലോകം മാത്രമേ ഉള്ളൂ. വസന്തതിലകം എന്നുള്ള വൃത്തത്തിൽ 3 ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട്. 2, 8, 9 ശ്ലോകങ്ങൾ. ദ്രുതവിളംബിതം എന്നുള്ള വൃത്തത്തിൽ 1 ശ്ലോകം, അത് 3-ാമത്തെ ശ്ലോകമാണ്. ശിഖരിണി വൃത്തത്തിലാണ് 4, 10 എന്നീ ശ്ലോകങ്ങൾ രചിച്ചിട്ടുള്ളത്. 2 ശ്ലോകങ്ങൾ ശിഖരിണി വൃത്തത്തിൽ. ശ്രദ്ധര വൃത്തത്തിലാണ് 2 ശ്ലോകങ്ങളുള്ളത്. അടുത്തത് പൃഥ്വി എന്ന് പറഞ്ഞ വൃത്തത്തിലാണ് 1 ശ്ലോകം, അത് 7-ാമത്തെ ശ്ലോകമാണ്. അങ്ങനെ ആകെ 10 ശ്ലോകങ്ങളാണ് ഈ ഒരു ദശകത്തിലുള്ളത്. അപ്പൊ ഗുരുവായൂരപ്പൻ ഭക്തരെ പരീക്ഷിക്കും. അതായത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് ഭജിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാൻ നിരവധി പരീക്ഷണങ്ങൾ നൽകും. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ഭജിക്കുന്നതിനേക്കാളും മഹാദേവനെയോ അല്ലെങ്കിൽ മറ്റുള്ള ദേവതകളെ ഭജിച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളത് പൊതുവെ ചില ഭക്തരുടെ ഇടയിലോ അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ ഇടയിലോ ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീമേൽപ്പത്തൂര് വിശദീകരിക്കുന്നത്. രമാ ജാനേ ജാനേ യദിഹ തവ ഭക്തേഷു വിഭവോ ന സമ്പദ്യ സദ്യ സ്തദിഹ മദ കൃത്വാ ദശമിനാം പ്രശാന്തിം കൃത്വൈവ പ്രതിശസി തതഃ കാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവതീയേച്യുതി കഥ. അതായത് ഈ ലോകത്തിൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഐശ്വര്യം പെട്ടെന്ന് വരുന്നില്ല, അത് പെട്ടെന്ന് തന്നെ സമ്പത്ത് ഉണ്ടാവുന്നില്ല. അതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നുള്ളതാണ് മേൽപ്പത്തൂര് പറയുന്നത്. അപ്പൊ അതിൻ്റെ കാരണം എന്താണ്? ഭഗവാൻ ഒരു ഭക്തനെ അനുഗ്രഹിച്ച് അവർക്ക് ഐശ്വര്യം നൽകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പരിപൂർണമായിട്ടും സാത്വിക ഗുണം അധികരിച്ച ഒരാൾക്ക്, ഒരു ഭക്തന് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. അതായത് തന്നെ ആശ്രയിക്കുന്ന ഒരാള് പൂർണ്ണമായും സാത്വിക ഗുണമുള്ളവനും അതുപോലെ ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ച് ഭക്തിയുള്ളവനുമാണെങ്കിൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. എന്നാൽ മറ്റുള്ളവരാകട്ടെ, അതായത് ബ്രഹ്മാവോ അല്ലെങ്കിൽ മഹാദേവനോ ഒക്കെ ആണെങ്കിൽ അവര് ഇത്രമാത്രം സത്വഗുണം ഇല്ലാത്തവർക്ക് പോലും വരം നൽകും അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി ശ്രീ ഗുരുവായൂരപ്പന്റെ പേരിൽ
വന്നിട്ടുള്ളത്. അതായത് ഭഗവാനെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ പരീക്ഷിക്കും, പെട്ടെന്ന് തന്നെ അനുഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വരം കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പരാതി വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് പരിപൂർണമായ ശമഗുണം ഉണ്ടാക്കി കൊടുത്തിട്ട് മാത്രമേ അവിടുന്ന് ഭക്തർക്ക് സകല അഭീഷ്ടങ്ങളും ദാനം ചെയ്യുകയുള്ളൂ എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. പിന്നെ ശമഗുണം തികഞ്ഞവരുടെ കാര്യത്തിലാണെങ്കിലോ പിന്നെ യാതൊരു താമസവും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു നാരായണീ എഴുതിയ ശ്രീ മേൽപ്പത്തൂരിനെ തന്നെ ഭഗവാൻ എവിടെയാണ് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഒരിക്കലും ഭഗവാന്റെ ഒരു ഭക്തനെ, പൂർണ്ണമായിട്ടും ഭഗവാനിൽ അർപ്പിച്ച ഭക്തിയുള്ള ഒരാളെ ഒരിക്കലും ഭഗവാനൊരു പ്രയാസമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു തന്നെയാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്നാൽ ജന്മനാ തന്നെ ഭഗവാന്റെ ഭക്തനാണെങ്കിലോ എന്നാൽ പിന്നെ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഭവതീയനായ ഒരുവന്റെ കാര്യത്തിലാണെങ്കിൽ ഭ്രംശത്തിന്റെ ഒരു കഥ പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ സാധാരണ അസുരന്മാരൊക്കെ ആരെയാണ് തപസ് ചെയ്യുക? അസുരന്മാരൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് ഫലം കിട്ടണം, അതുകൊണ്ട് അവര് ശിവനെയോ അല്ലെങ്കിൽ ബ്രഹ്മാവിനെയോ ആണ് തപസ് ചെയ്യുക. പക്ഷെ ദേവന്മാരോ അല്ലെങ്കിൽ സത്വഗുണപ്രധാനികളോ ആണെങ്കിൽ മാത്രമേ അവര് ആരും പിന്നെ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിട്ട് ആരും തപസ്സിലൂടെ വരം നേടിയതായിട്ട്, അസുരന്മാരാരും വരം നേടിയതായിട്ട് കഥകളിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ അതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആകെയുള്ളൊരു അസുരൻ എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദനായിരുന്നു, ഭഗവത് ഭക്തനായിട്ടുള്ള ഒരു അസുരൻ. പ്രഹ്ലാദനാണെങ്കിൽ അത് ജന്മനാ ഉള്ള ഒരു ഭക്തി ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭക്തിയെ മറികടക്കാൻ ഒന്നിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വസന്തതിലകം വൃത്തത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. സദ്യപ്രസാദരുഷിതാൻ വിധിശങ്കരാദീൻ കേചിദ്ധിപോ നിജഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടാഭവന്തിവത കഷ്ടമധീർക്കദൃഷ്ട്യാ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ. അതായത് സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അവരവരുടെ ഗുണത്തിനൊത്തപടിയാണ് ക്ഷണത്തിൽ പ്രസാദിക്കുന്നവരും ക്ഷണത്തിൽ കോപിക്കുന്നവരുമാണ് ബ്രഹ്മാവ്, ശിവൻ മുതലായവരെ സേവിച്ചിട്ട് ദീർഘാലോചന ഇല്ലാതെയാണ് അവർ വരം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ആ വരം കൊടുത്ത ആളുകളെ, പിന്നെ ആ വരം കിട്ടിയ ആളുകളെ അവരെ കൊല്ലുക അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുക, അവർക്ക് മോക്ഷം നൽകുക എന്നുള്ളത് ആരുടെ ഇതാണ്? ശ്രീ മഹാവിഷ്ണുവിന്റെ ആണ് അടുത്ത കർത്തവ്യം. അപ്പൊ ഇവരാരും തന്നെ ബ്രഹ്മാവോ ശിവനോ ദീർഘാലോചന ഇല്ലാതെ വരം നൽകുന്നവരാണ് എന്നുള്ളതിനുള്ള ഒരു കഥയാണ് സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ എന്നാ പറഞ്ഞത്. അതായത് മൃഗാസുരന്റെ കഥയിലൂടെ ഇത് പറയാന്നുള്ളതാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ വരം നൽകുന്ന ആളാണ് എന്നുള്ളത്. അപ്പൊ മൃഗാസുരൻ എന്താ ചെയ്തത് എന്നുള്ളത് നമുക്ക് അടുത്തേല് മനസ്സിലാക്കാം. മൂന്നാമത്തെ ശ്ലോകം ദ്രുതവിളംബിതം എന്ന് പറഞ്ഞ വൃത്തത്തിലാണ്. ശകുനിജ സതു നാരദമേകദാ ത്വരിതദോഷമപൃച്ഛദീശ്വരം സജ വിദേശ ഗിരീശമുപാസിതും നധുപവന്തമബന്ധുമസാധുഷു. അതായത് ശകുനിയുടെ പുത്രനായിട്ടുള്ള മൃഗാസുരൻ. ഇത് ശ്രീമദ് മഹാഭാരതത്തിലെ ശകുനിയല്ല കേട്ടോ. ശകുനിയുടെ പുത്രനായിട്ടുള്ള ആ മൃഗാസുരൻ എന്ത് ചെയ്തു? ഒരിക്കൽ നാരദ മഹർഷിനോട് ചോദിച്ചു. നാരദ മഹർഷിനോട് എന്താണ് ചോദിച്ചത്? ആരാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ വരം തരാൻ കഴിവുള്ള ആള് എന്നാണ് ശകുനിയുടെ പുത്രനായിട്ടുള്ള മൃഗാസുരൻ നാരദ മഹർഷിനോട് ചോദിച്ചത്. അപ്പൊ എന്താണ് നാരദ മഹർഷി പറഞ്ഞത്? നാരദ മഹർഷി പറഞ്ഞത് പിന്നെ ഇത്രയും സത്വഗുണങ്ങൾക്ക്, അതായത് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളുകൾക്ക് മാത്രം വരം നൽകുന്ന സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ പേര് നിർദ്ദേശിക്കാതെ നാരദ മഹർഷി ആരുടെ പേരാണ് വൃകാസുരന് നിർദ്ദേശിച്ചു കൊടുത്തത്? പെട്ടെന്ന് തന്നെ വരം നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മഹാദേവന്റെ പേരാണ് നാരദ മഹർഷി നിർദ്ദേശിച്ചു കൊടുത്തത് എന്നുള്ളതാണ് പറഞ്ഞത്.
അപ്പൊ ഭഗവത് ഭക്തരൊക്കെ ദരിദ്രരാണല്ലോ എന്ന് പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ, യുധിഷ്ഠിരൻ പറയുന്നുണ്ട് ഭഗവാന്റെ ഭക്തരൊക്കെ ദരിദ്രരാണ് ആണല്ലോ, എന്തുകൊണ്ടാണത് അങ്ങനെ വന്നത് എന്ന് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഭഗവാൻ എന്താണ് മറുപടി പറയുന്നത്? ഭഗവാൻ പറയുന്നതൊക്കെ അതിനായി മറുപടിയായിട്ട് പറയുന്നത്, എൻ്റെ ഭക്തന്മാര് ദരിദ്രന്മാരാവാൻ കാരണം അവർക്ക് സമ്പത്ത് അല്ലെങ്കിൽ ആ സമ്പന്നത കുമിഞ്ഞു കൂടുമ്പോൾ അവർക്ക് പിന്നെയും പിന്നെയും അതിനെപ്പറ്റി ചിന്തിക്കാനും അത് കൂടുതൽ ഉണ്ടാക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഭഗവാനെ ഭജിക്കാനോ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിക്കാനോ ഉള്ള സമയം അവർക്ക് കിട്ടില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തരെപ്പോഴും ഭഗവാനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഭഗവാൻ ഭജനയിൽ ഏർപ്പെടുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് അവരെ ഭഗവാൻ ചേർത്ത് നിർത്തും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് കൂടുതൽ ദരിദ്രരാകുന്നത് യുധിഷ്ഠിരനോട് ഭഗവാൻ മറുപടി പറയുന്നതായിട്ട് ശ്രീ മഹാഭാരതത്തില് അത് പറയുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. വൃകാസുരന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തു, പോയിട്ട് മഹാദേവനെ തപസ് ചെയ്തോളൂ, പെട്ടെന്ന് തന്നെ വരം കിട്ടുന്നു. അപ്പൊ എന്ത് ചെയ്തു വൃകാസുരൻ? എന്താ ചെയ്തത്? 4-ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. വൃത്തം ശിഖരിണിയാണ്. തപസ്തപ്ത്വാഘോരം സഖലു കുപിത സപ്തമദിനേ ശിരച്ഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത അതിക്ഷുദ്രം രൗദ്രം ശിരസികരദാനേന നിധനം ജഗന്നാഥാദ്വവ്രേ ഭവതി വിമുഖാനാം ക്വശുഭതീഹി. അതായത് ഭയങ്കരമായിട്ടുള്ള തപസ് ചെയ്തു വൃകാസുരൻ. അപ്പൊ തപസ് ചെയ്ത് ദേഷ്യം വന്നു. 7-ാം ദിവസം ആയപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് തൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഹോമിക്കാൻ തുടങ്ങി. അവസാനം ദേഷ്യം വന്നപ്പോൾ വൃകാസുരൻ എന്താ ചെയ്തത്? പെട്ടെന്ന് തന്നെ തൻ്റെ തലയറുത്തിട്ട് ത്രിപുരാന്തകനെ സേവിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ സമയത്താണ് ത്രിപുരാന്തകൻ, അതായത് മഹാദേവൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് വൃകാസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടു. എന്നിട്ട് എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ അതിക്ഷുദ്രം രൗദ്രം ശിരസികര ദാനേന നിധനം എന്നാ പറഞ്ഞത്. അതായത് ശിവനിൽ നിന്ന് ആവശ്യപ്പെട്ടത് എന്താണ്? കൈകൊണ്ട് നെറുകയിൽ ഞാൻ തൊടുന്നവരൊക്കെ തന്നെ അവരൊക്കെ ഭസ്മമായി പോണം എന്നുള്ള ആ ഒരു വരമാണ്. അവരൊക്കെ ചത്ത് ഭസ്മമായി ചാവണം, അവർ ഭസ്മമായി പോകണം എന്നുള്ള ആ ഒരു വരമാണ് ത്രിപുരാന്തകനിൽ നിന്നും വൃകാസുരൻ ആവശ്യപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഇതിൽ നിന്ന് തന്നെ ആരുടെ നെറുകയിലാണ് തൊടുന്നത് വെച്ചാൽ അവരൊക്കെ അപ്പോൾ തന്നെ ഭസ്മമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു വരം വാങ്ങിച്ച്. അപ്പൊ വൃകാസുരൻ സ്വാഭാവികമായിട്ടും അസുരനാണ്, അഹങ്കാരിയാണ്. അപ്പൊ ഇത് പരീക്ഷിച്ച് നോക്കണല്ലോ ഒരു വരം കിട്ടിയാല്. അപ്പൊ വൃകാസുരൻ എന്താ ചെയ്തത്? നേരെ തന്നെ വരം തന്ന ആളുടെ നേരെ അങ്ങോട്ട് തിരിഞ്ഞു. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രദ്ധരാവൃത്തത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. മോക്താരം ബന്ധമുക്തോ ഹരിണ പതിരിവ പ്രാദ്രവത് സോധരുദ്രം ദൈത്യാത്ഭീത്യാസ്മദേവോ ദിശി ദിശി വനദേ പൃഷ്ഠതോ ദത്തദൃഷ്ടി തൂഷ്ണീകേ സർവലോകേ തവ പദമധിരോക്ഷ്യന്തമുദ്ദീക്ഷ്യ ശർവം ദൂരാദേവാഗ്രതസ്ത്വം പടുവടുവപുഷാ തസ്തിഷേ ദാനവായ. അപ്പം ഇങ്ങനെ വരം കിട്ടിയപ്പോ എന്ത് ചെയ്തു? ഈ വൃകാസുരൻ ഭഗവാന്റെ പിറകെ, അതായത് മഹാദേവന്റെ പിറകെ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. എന്തിന്? ഈ വരം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഓടിയത്? അതായത് ഇപ്പൊ നായാട്ടിന് പോയ ഒരു ആള് ഒരു സിംഹത്തിന് ഒരു വലയിൽ കുടുക്കി. അവിടെ നിന്ന് ഒരാള് വന്നിട്ട് അയാളെ രക്ഷിച്ച ഈ സിംഹത്തിന് തന്നെ രക്ഷിച്ച ആള് അല്ല, തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ സിംഹം പുറത്ത് കണ്ടതാ എന്താ ചെയ്യാ? മുന്നിൽ കണ്ട ആളെ കൊല്ലും. അതുപോലെ തന്നെ തനിക്ക് വരം തന്ന മഹാദേവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വൃകാസുരൻ പിറകെ ഓടാണ്. പക്ഷെ മഹാദേവൻ ആരാണ്? മഹാദേവന് വൃകാസുരനെ വേണമെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ കൊല്ലാം. പക്ഷെ മഹാദേവനാണ് വരം നൽകിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ മഹാദേവൻ വിചാരിച്ചു താൻ വരം കൊടുത്ത ഒരാളെ കൊല്ലുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് വിചാരിച്ച് മഹാദേവൻ മുന്നിൽ ഓടി പിറകെ വൃകാസുരൻ ഓടാണ്. ഓടിയിട്ട് എവിടെ എത്തി? ഒരാളും മിണ്ടാതായപ്പോൾ അങ്ങയുടെ സ്ഥാനത്തേക്ക്, അതായത് ഓടി വൈകുണ്ഠത്തിലേക്ക് വന്നു. അപ്പൊ ഓടി വരേണ്ടപ്പോ തന്നെ മഹാവിഷ്ണുവിന് കാര്യം മനസ്സിലായി.
അല്പം വിശകാണ് എന്ന് മനസ്സിലായി. അപ്പൊ വേഗം തന്നെ എന്ത് വേഷമാണ് എടുത്തത്? മഹാവിഷ്ണു പടുവടുവഭുഷാദാനവായ അഗ്രദത്തസ്തിഷേ എന്നാ പറഞ്ഞത്. അതായത് ഒരു ബ്രഹ്മചാരിയുടെ വടിവെടുത്തിട്ട് അസുരന്റെ മുന്നിൽ നിന്നു കൊടുത്തു. അപ്പൊ ഒരു ബ്രാഹ്മണനെ, അതായത് ഒരു സാധു ബ്രാഹ്മണനെ അങ്ങനെ കാണുമ്പോൾ ഒട്ടും ദേഷ്യം വരില്ലല്ലോ ഇങ്ങനെ ഓടി വരുന്ന മൃഗാസുരന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണന്റെ വേഷം എടുത്തിട്ട് നിന്നിട്ട് ഇദ്ദേഹത്തിനെ ഉപദേശിക്കാൻ തുടങ്ങി. നല്ലത് നന്മ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. ഒരു ബ്രാഹ്മണന്റെ രൂപമാണ് എടുത്തത്. അതുകൊണ്ട് അവർ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, അതായത് എല്ലാ സത്വഗുണം തികഞ്ഞ ഒരാള് ഒരിക്കലും ഒരു കള്ളത്തരം പറയുന്നു വിചാരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ആ രൂപം എടുത്തത് എന്നാ പറയുന്നത്. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ് ചെയ്തത് ഭഗവാൻ. ഭദ്രം ദേശാഗുനേയ ഭ്രമസി കിമധുന ത്വം പിശാചസ്യ വാചാ സന്ദേഹശ്ചേന്മദുക്തോ തവ കിമുന കരോഷ്യങ്കുലീമംഗമൗലൗ ഇത്തം ത്വദ്വാക്യമൂഢ ശിരസി കൃതകര സോപതിച്ഛിന്നപാദം ഭ്രംശോഹ്യേവം പരോപാസിതുരഭിജ ഗതിശൂലിനോപി ത്വമേവ. ശകുനിപുത്രനായ വൃകാസുര, നിനക്ക് നന്മ വരട്ടെ. ഇപ്പോൾ നീ ഒരു പിശാചിന്റെ വാക്ക് കേട്ടിട്ടാണോ ഇങ്ങനെ ഓടിപ്പണ്? എന്തിനാ നീ ഇങ്ങനെ ഓടുന്നത്? ഒരു പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ഓടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടേ ഞാനൊരു കാര്യം പറയാം. നിനക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ വരൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിനക്കൊരു കാര്യം ചെയ്തൂടെ? നിന്റെ തലയിൽ ഒന്ന് കൈവച്ച് നോക്കിക്കൂടെ? നിന്റെ നെറുകയിൽ തന്നെ ആ വിരലൊന്ന് വെച്ച് നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ. അപ്പൊ എന്ത് ചെയ്തു? ഇതെല്ലാം അങ്ങ് പറഞ്ഞതിനെ കുറിച്ച് വിശ്വസിച്ച്, അതായത് ശ്രീ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞപ്പോ ആ വിഡ്ഢി ഇതൊക്കെ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്തു? സ്വന്തം നെറുകയിൽ കൈവച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മുറിച്ചിട്ട മരം പോലെ അദ്ദേഹം ചത്തു വീണു എന്നാ പറയുന്നത് വൃകാസുരൻ. ഇങ്ങനെയല്ലാതെ അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? വിഷ്ണുവിന്റെ മഹാത്മ്യം ഇവിടെ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. അതായത് പരമശിവന് പോലും അങ്ങ് മാത്രമേ ശരണമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ശൈവഭക്തരിലും വൈഷ്ണവ ഭക്തരിലും ഒക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് മഹാദേവന്റെ ഭക്തരില്. കാരണം പരസ്പരം ആശ്രയിച്ചുള്ളത്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, എല്ലാം ഒരൊറ്റ ദൈവമാണ്. മഹാദേവനായാലും മഹാവിഷ്ണുവായാലും എല്ലാം ഒരു ദൈവമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അല്ലാതെ മറ്റു ദേവന്മാരെ ഉപാസിക്കുന്ന ആർക്കും അവർക്കൊക്കെ നാശമുണ്ടാവും. ശ്രീ മഹാവിഷ്ണുവിനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ശരണാഗതി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ 7ാമത്തെ ശ്ലോകത്തിലാണ് അടുത്ത കഥ തുടങ്ങുന്നത്. അതായത് ഭൃഗുമുനിയുടെ കഥയാണ് അടുത്ത ശ്ലോകത്തില്. 7ാമത്തെ ശ്ലോകം പൃഥ്വി വൃത്തത്തിലാണ് എഴുതിയത്. ഭൃഗുങ്കില സരസ്വതി നികടവാസിനസ്താപസാസ്ത്രിമൂർത്തിഷു സമാദിശൻ അധിക സത്വതാം വേദിതും അയം പുനരനാതുരാതുരിതരുദ്ധരോഷേ വിധോ ഹരേ ബിജഹിംസിഷോ ഗിരിജയാ ധൃതേ ത്വാമഗാത്. അതായത് സരസ്വതി നദിയുടെ തീരത്ത് ഒരു സത്രം നടക്കുകയാണ്. അവിടെ ത്രിമൂർത്തികളായിട്ടുള്ള മഹർഷിമാര് പാർക്കുണ്ട്. അപ്പൊ മഹർഷിമാർക്ക് അപ്പൊ എന്താ തോന്നല്? മഹർഷിമാർക്കൊരു തോന്നല്, ആരാണ് ഏറ്റവും സത്വഗുണം ഉള്ളത് എന്നാ അവരൊന്ന് പരീക്ഷിക്കണല്ലോ. അതായത് ബ്രഹ്മാവിനാണോ, മഹാദേവനാണോ, മഹാവിഷ്ണുവിനാണോ, ആരാണ് സത്വഗുണപ്രധാനികൾ എന്നുള്ളത് തീരുമാനിച്ചു. അപ്പൊ എല്ലാവരും പരസ്പരം പോണമെന്ന് തീരുമാനിച്ചു. അവസാനം ആര് വിട്ടു? ഭൃഗു മഹർഷിനെയാണ് ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഭൃഗു മഹർഷി എന്താണ് ചെയ്തത്? ഭൃഗു മഹർഷി നേരെ ചെന്നിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ബ്രഹ്മാവ് ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ അങ്ങോട്ട് കയറിയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ബ്രഹ്മാവ് ഇരിക്കുന്ന സിംഹാസനത്തിൽ കയറിയിരുന്നപ്പോ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. കാരണം ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണല്ലോ എല്ലാവരെയും, ബ്രഹ്മാവാണല്ലോ സൃഷ്ടിയുടെ ആള്. അപ്പൊ ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോ ബ്രഹ്മാവിന് ദേഷ്യം വന്നപ്പം ബ്രഹ്മാവ് അത് തടഞ്ഞു. അങ്ങനെ രണ്ടാമത് അപ്പൊ വിചാരിച്ചു, ഇല്ല ഇത് ശരിയാവില്ല, ഈ ബ്രഹ്മാവല്ല ഏറ്റവും സത്വഗുണപ്രധാനി. ബ്രഹ്മാവിന് ദേഷ്യം വന്നില്ലേ ഭൃഗുമുനി അവിടെ കേട്ടിരുന്നപ്പോ? അപ്പൊ തന്നെ ബ്രഹ്മാവിനെ വിട്ടു. അടുത്ത ആളടുത്തേക്ക് പോയി, മഹാദേവന്റെ അടുത്തേക്ക് പോയി. മഹാദേവൻ എന്താ ചെയ്തത്? മഹാദേവൻ കണ്ട ഉടനെ തന്നെ, കാരണം ഹരനെയും ഭൃഗുവിനെയും ഒക്കെ സൃഷ്ടിച്ചതാരാണ്? ബ്രഹ്മാവാണ്. അപ്പൊ ഹരന്റെയും ഭൃഗുവിനും ഒക്കെ ഒരച്ഛന്റെ മക്കളല്ലേ. അപ്പൊ തന്റെ സഹോദരനാണെന്നുള്ള ആ ഒരു ഇതില്
മഹാദേവൻ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഭൃഗുമുനിനെ. അപ്പൊ ഭൃഗുമുനി എന്താ വിചാരിച്ചത്, ഈ ഒരു ശ്മശാനത്തിൽ നിന്ന് വന്ന മഹാദേവൻ എന്നെ കെട്ടിപ്പിടിക്കുക, നീ ദുർമാർഗിയാണെന്ന് പറഞ്ഞിട്ട് ഭൃഗു അങ്ങോട്ട് നിഷേധിച്ചു. അപ്പൊ ഭൃഗു നിഷേധിച്ചത് ആർക്കും ഇഷ്ടായില്ല, മഹാദേവന് ഇഷ്ടായില്ല. മഹാദേവന് അദ്ദേഹത്തെ കടന്നു പിടിച്ചിട്ട് ഭൃഗുമുനിനെ അങ്ങോട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ ഭൃഗുമുനിക്ക് ചെറിയൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. മഹാദേവനെ ഇതാക്കിയാല് പാർവതി ദേവിനെ കൊണ്ടുപോകാന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഏതായാലും മഹാദേവൻ ഭൃഗുമുനിനെ കൊല്ലാൻ തുടങ്ങിയ സമയത്ത് ആര് കടന്നു പിടിച്ചു, പാർവതി ദേവി കടന്നു പിടിച്ചിട്ട് അത് തടഞ്ഞു. ഇദ്ദേഹം അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, അങ്ങയുടെ സഹോദരൻ ഇപ്പൊ അങ്ങയുടെ അടുത്തേക്കാണ് വന്നത്, അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ ഇപ്പൊ കൊല്ലാൻ പാടില്ല പറഞ്ഞിട്ട് പാർവതി ദേവി കടന്നു പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിനെ അവിടുന്ന് രക്ഷിച്ചു. അപ്പൊ രണ്ടുപേരെയും അദ്ദേഹം ഉപേക്ഷിച്ചു. രണ്ടുപേരും സത്വഗുണപ്രധാനികളല്ലാന്ന് മനസ്സിലായി. പിന്നെന്താണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അടുത്ത ആളുടെ പോവാണ്. അതായത് നമ്മുടെ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക്. അത് വസന്തതിലകം വൃത്തത്തിലാണ് ആ ശ്ലോകം എഴുതിയിട്ടുള്ളത്. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതിപദേന മുദോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവർയ ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദി. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യുന്നത്, ശ്രീ ഭഗവതിയുടെ മടിത്തട്ടില് തലയും വെച്ചിട്ട് കിടന്നുറങ്ങായിരുന്നു താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ. അപ്പൊ ഭൃഗുമഹർഷി വരുന്നത് ഭഗവാൻ കണ്ടില്ല, അദ്ദേഹം ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. അപ്പോഴേക്കും മഹർഷിനെ കണ്ടപ്പോ തന്നെ മഹാവിഷ്ണു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു കേട്ടോ മടിയിൽ നിന്നും. എന്നിട്ട് അല്ലയോ മഹർഷി ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ട്, അപ്പോഴേക്ക് ഈ ഉറങ്ങണ് കണ്ടപ്പോ ഭൃഗുമഹർഷി വിചാരിച്ചു തന്നെ കണ്ടിട്ട് കാണാതെ പോലെ മഹാവിഷ്ണു ഉറങ്ങാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഭഗവാനെ കണ്ട ഉടനെ ഒരൊറ്റ ചവിട്ട കൊടുത്തത്. ഭഗവാന്റെ തിരുമാറില് ഒരു ചവിട്ടാണ് കൊടുത്തത്. അപ്പോഴേക്ക് എഴുന്നേറ്റിട്ട് മഹർഷി എന്ത് ചെയ്തു, മഹാവിഷ്ണു ചോദിച്ചു, അല്ലയോ മഹർഷി ശ്രേഷ്ഠ, എല്ലാം പൊറുക്കണേ, അങ്ങയുടെ കാല്, അതായത് അങ്ങയുടെ ആ മൃദുവായിട്ടുള്ള ആ പാദങ്ങൾ വേദനിച്ചോ എൻ്റെ മാറിടത്തിൽ ചവിട്ടിയിട്ട് എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഭൃഗുമഹർഷിക്ക് മനസ്സിലായി, ഒരാളെ ചവിട്ടിയിട്ട് പോലും ആ ചവിട്ടിയ ആളുടെ കാല് വേദനിച്ചോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്, അല്ലാതെ അങ്ങ് ചവിട്ടിയത് തെറ്റായിപ്പോയിന്നോ ഒന്നുമല്ല പറയണത്. പിന്നെ ഭഗവാൻ എന്താ പറഞ്ഞത്, അങ്ങ് ചവിട്ടിയത് എൻ്റെ മാറിൽ എന്നും ഒരു അലങ്കാരമായിട്ട്, ആ ഒരു ശ്രീവത്സം എന്ന് പറഞ്ഞായിട്ടുള്ള ഒരു അടയാളമായിട്ട് എൻ്റെ മാറിൽ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. സാക്ഷാൽ ഭഗവാന്റെ ശ്രീ മഹാവിഷ്ണു രൂപത്തിലുള്ള ശ്രീ ഗുരുവായൂരപ്പന്റെ ആ ഒരു വിഗ്രഹത്തിൽ പോലും ശ്രീവത്സത്തിന്റെ അടയാളം ഉണ്ട് എന്നുള്ളതാണ് കഥകളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ഇപ്പൊ സത്വഗുണപ്രധാനി ആരാന്നൊക്കെ ഭൃഗുമഹർഷി ഉറപ്പിച്ചു, തീരുമാനിച്ചു. അപ്പൊ 3 പേരാണല്ലോ ഭൃഗുമഹർഷിനെ അങ്ങോട്ട് വിട്ടത്. അപ്പം തിരിച്ചു പോവാണ് 9ാമത്തെ ശ്ലോകത്തില്. നിശ്ചിത്യ തേജസുദൃഢം ത്വയി ബദ്ധഭാവ സാരസ്വതാ മുനിവരാദധിരേ വിമോക്ഷം ത്വാമേവമച്യുത പുനശ്ചുതി ദോഷഹീനം സത്വോച്ചയൈകതനുമേവ വയം ഭജാമ. സരസ്വതി തട നിവാസികളായ മഹർഷി ശ്രേഷ്ഠന്മാര് അവർക്ക് നിശ്ചയായി ആരാണ് ഏറ്റവും നല്ല സത്വഗുണപ്രധാനി എന്നും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവര് ഭഗവാനില് മഹാവിഷ്ണുവിൽ ഒട്ടും ഇളകാത്ത ഭക്തിയെ ഉറപ്പിച്ചിട്ട് പരമസായുജ്യത്തെ കൈക്കൊണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആർക്കാണ് സത്വഗുണപ്രധാനുള്ളത്, അച്യുതന്. അതായത് അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനാണ് ഏറ്റവും സത്വഗുണപ്രധാനി. അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ ഭജിക്കുള്ളൂ എന്ന് പറയാണ് ശ്രീ മേൽപ്പത്തൂര്. പിന്നെ അടുത്ത 10ാമത്തെ ശ്ലോകത്തില് അത് ശിഖിരണി വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്, ജഗത് സൃഷ്ട്യാദൗ ത്വാം നിഗമനിഭൈർവന്ദിഭിരിവ സ്തുതം വിഷ്ണോ സച്ചിത് പരമരസ നിർദ്വൈതവപുഷം പരാത്മാനം ഭൂമൻ പശുഭവനിതാ ഭാഗ്യനിവഹം പരീതാപശ്രാന്തി പവനപുരവാസിൻ പരിഭജേ. അതായത് ലോകങ്ങളെ സൃഷ്ടിപ്പാൻ തുടങ്ങിയ കാലത്ത് സ്തുതിപാഠകന്മാരെ പോലെ സമസ്ത വേദങ്ങളും വന്ന് സ്തുതിച്ചവനാണ് ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു. ശ്രീ മഹാവിഷ്ണു സച്ചിദാനന്ദ സ്വരൂപ, പരമാത്മസ്വരൂപ, ഗോപസ്ത്രീകളുടെ ഭാഗ്യം മുഴുവനുമായിട്ടുള്ളവനായ ഗുരുവായൂരപ്പ, സർവാന്തര്യാമിൻ, അങ്ങേ സകല സന്താപങ്ങളും തീർന്നു കിട്ടുവാനായി ഞാനും മുറ്റും ഭജിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ 89ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകം
മേൽപ്പത്തൂര് അവസാനിപ്പിക്കുന്ന, അതായത് ഭഗവാൻ സത്തും ചിത്തും ആനന്ദവുമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ സച്ചിദാനന്ദ സ്വരൂപന് സകല സന്താപങ്ങളും തീർന്നു കിട്ടുവാനായി ഞാൻ ഭജിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് മേൽപ്പത്തൂര് ഈ ദശകം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രഭാഷണം ഇവിടെ സമ്പൂർണമാവുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമഃ.